നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മാള പട്ടാളപ്പടിയിൽ മാനസിക രോഗിയായ മകന്റെ കുത്തേറ്റ് അമ്മ മരിച്ചു. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. മകൻ ആദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാവിലെ 9ഓടെയാണ് സംഭവം നടന്നത്. വഴക്കിനെ തുടർന്ന് ഷാദിൽ ശൈലജയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. ഇടുക്കി മുതൽ മലപ്പുറം വരെയും കാസർഗോഡ് ജില്ലയിലും ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്നിലാണ് ജലനിധിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളാങ്കല്ലൂർ AKG സാംസ്കാരിക കേന്ദ്രം മികവുകൾ പൂക്കും മിഥുനപ്പകൽ എന്ന പേരിൽ പ്രതിഭാ സംഗമവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ കരൂപ്പടന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ആദരിച്ചു. ഖാദർ പട്ടേപ്പാടം ഉദ്ഘാടനം ചെയ്തു. മേനഡൂർ സൗഹൃദ വയോജന ക്ലബ്ബ്, ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. പൊയ്യ സെന്റ് എഫ്രേം പള്ളി മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ഞായറാചരണം 2K24 സംഘടിപ്പിച്ചു. പള്ളി വികാരി ഫാദർ ലിൻഡോ പനംകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KCBC മദ്യവിരുദ്ധ സമിതി രൂപത എക്സിക്യൂട്ടീവ് അംഗവും പൊയ്യ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റുമായ പിയൂസ് കാളിയാടൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഹയർ സെക്കൻഡറി SSLC, LSS, USS, NMMS പരീക്ഷകളിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ PTA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. MLA ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ P. ഭാസ്കരന്റെ സ്മരണാർത്ഥം ഭാസ്കര സ്മൃതി സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത സ്മൃതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം P. തങ്കം അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU മുന്നണിക്ക് 8 വർഷത്തിന് ശേഷം ചരിത്ര വിജയം നേടിയതിൽ നേതൃത്വം നൽകിയ KSUവിന്റെ കാലിക്കറ്റ് സർവകലാശാലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദിന് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല വനിതാ കൂട്ടായ്മ അക്ഷരപ്പെൺമയുടെ ആഭിമുഖ്യത്തിൽ ഓണകൃഷി, അക്ഷരപ്പൂക്കളം, ഇത്തിരി പച്ചക്കറിയും വിത്തിറക്കലും നടന്നു. പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര പുരസ്കാര ജേതാവുമായ VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ കൂട്ടായ്മ അക്ഷരപ്പെൺമ പ്രസിഡന്റ് സൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.